പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 22 ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ നടത്തിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വാഹനങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമ്മളായിരുന്നിടത്തെല്ലാം കർത്താവിന്റെ പ്രൊട്ടക്ഷൻ തന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ രാത്രികാലം നല്ല ഉറക്കം തന്നേന് അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം 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 അപ്പ. ആമേൻ. ഈ രാത്രിയിൽ കരുതിയതുപോലെ രാവിലെ ആരോഗ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ഞങ്ങളുടെ കർത്താവിന് താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു ജീസസ് ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പാ, ഞങ്ങൾ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുക. അപ്പാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങളെ കരുതിയതിന് സ്തോത്രം. ഈ 12ാം മാസത്തിന്റെ 22ാം ദിവസത്തിലേക്ക് അപ്പൊ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 11 മാസവും ഈ 12ാം മാസത്തിന്റെ 22ാം ദിവസം വരെയും ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് ആദ്യമായിട്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്, വർഷങ്ങളായി ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നവരുണ്ട്. എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇന്നിവരുടെ പ്രാർത്ഥനകളുടെ മറുപടിയുടെ ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നാളുകളായി ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളുടെ മറുപടിയുടെ ദിവസമായി മാറട്ടെ. താങ്ക് യു ലോർഡ്. വർഷങ്ങളായി ആമേൻ ആമേൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, വിശ്വസിച്ചുകൊണ്ടിരുന്ന, കാത്തിരുന്ന ചില പ്രാർത്ഥനകളുടെ, ചില ആവശ്യങ്ങളുടെ മറുപടിയുടെ ദിവസമായി ഈ 22ാം തീയതി ഞായറാഴ്ച യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. പ്രത്യേകിച്ച് രോഗങ്ങളുടെ മേൽ അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിധത്തിലുള്ള ഉദര സംബന്ധമായ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അത് എന്തുമായിക്കോട്ടെ, ഇന്ന് ഞങ്ങൾ സ്റ്റൊമക്കിന് മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ റിലീസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ. വയറിനകത്ത് അത്ഭുത സൗഖ്യം നടക്കട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തിക മേഖലകളെ കർത്താവ് തുടരണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് അത്ഭുതകരമായ ഒരു വിടുതൽ കർത്താവ് അയക്കണം. കർത്താവെ, ഇന്ന് ദൈവം അത്ഭുതത്തിന്റെ ദിവസമാണല്ലോ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കുന്നതിന് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവ് ചെയ്ത വിടുതലിന് സ്തോത്രം. അതുപോലെ മറ്റ് എല്ലാവരുടെയും ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണം. ലോകവ്യാപകമായ ഒരു റിവൈവൽ ഉണ്ടാകണം. ഇന്ന് സഭായോഗം ഭൂമിയിൽ എല്ലായിടത്തും നടക്കുമ്പോൾ അവിടെ എല്ലാം കർത്താവിന്റെ ഉണർവുണ്ടാകട്ടെ, വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കഴിയാത്ത കാര്യമില്ല. ഞങ്ങൾ അതിന് നന്ദി പറയുന്നു. കർത്താവെ, വലിയ ഉണർവിലേക്ക് സഭയെ കൊണ്ടുപോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാകട്ടെ. ആകുലപ്പെട്ടിരിക്കുന്ന ചിലർ ഇപ്പോൾ സ്വസ്ഥമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷം കൊണ്ട് കർത്താവെ, ഈ പ്രഭാതത്തിൽ ഇത് കേൾക്കുന്നവർ സന്തോഷം കൊണ്ട് നിറയട്ടെ. ദൈവിക സന്തോഷം അവരുടെ ഉള്ളത്തിൽ അവൻ നിറഞ്ഞു കവിയട്ടെ, ഓവർഫ്ലോ ചെയ്യട്ടെ. ജോയ് ഓവർഫ്ലോ ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ ജോയ് ഓവർഫ്ലോ ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ് ഓവർഫ്ലോ ചെയ്യട്ടെ. കർത്താവ് അവർക്ക് സമാധാനവും സ്വസ്ഥതയൊക്കെ കൊടുത്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പകരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്, നാളെ നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ബുധനാഴ്ചയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളിയാഴ്ചത്തെ സഭായോഗം
പിന്നീട് 28, 29, 30 3 ദിവസം ഉപവാസ പ്രാർത്ഥന. 31-ാം തീയതി കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ന്യൂ ഇയർ പ്രാർത്ഥന നടക്കും. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും. ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങുകളെല്ലാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ, ദേശങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം, വേഗത്തിൽ ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, അതായത് കർത്താവിന്റെ ജനനവുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആ സമയം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സൂപ്പർ നാച്ചുറലായ ഒരു ഈവന്റുകൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ലോകവ്യാപകമായി കർത്താവിന്റെ ജനനത്തെ ഓർക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ ഓർപ്പിക്കുക, വലിയ സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ നമ്മളും എക്സ്പെക്ട് ചെയ്യണം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഇവിടെ സക്രിയാവിന്റെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥന, എലിശബത്തിന്റെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നാളുകളായുള്ള പ്രാർത്ഥനകളുടെ മറുപടി. ആമേൻ. നാളുകളായുള്ള നിന്ദകൾ മാറിപ്പോകും. നാളുകളായുള്ള മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് പരിഹാരം വരുന്ന ദിവസങ്ങളായി തീരട്ടെ. അപ്പം ഇവിടെ ദൂതൻ ഇടപെടുക. ദൂതൻ വന്ന് പറയുക, സക്രിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഏഞ്ചലിക് വിസിറ്റേഷൻസ് ആയിരുന്നു. 2-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ ഏഞ്ചലിക് വിസിറ്റേഷൻ, റെഗുലറായുള്ള ഏഞ്ചലിക് വിസിറ്റേഷൻ നടക്കുന്നു. അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. കന്യകയുടെ അടുക്കൽ അയച്ചു. കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ഹല്ലേലൂയ. ദൂതൻ അവളോട് അടുക്കൽ അകത്ത് എന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആമേൻ. 30-ാമത്തെ വാക്യം, ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആമേൻ. 31-ാമത്തെ വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആമേൻ, അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഒരു ദൈവിക ഇടപെടലുകൾ, സൂപ്പർ നാച്ചുറലായുള്ള ഇടപെടലുകളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്ത് ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുക, ഇതുപോലുള്ള ഏഞ്ചലിക് വിസിറ്റേഷനുകൾ, ഹല്ലേലൂയ, ഇതുപോലുള്ള ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആഗ്രഹിക്കണം, കർത്താവേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാർ ശക്തമായി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ദിവസങ്ങളായി മാറണം. ദൂതന്മാർ ഇടപെടുന്ന ദിവസങ്ങളായി മാറണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അപ്പോസ്തല പ്രവൃത്തിയിലും ഭയങ്കര ഏഞ്ചലിക് മൂവാ സംഭവിക്കുന്നത്. ഏഞ്ചൽസ് ഇറങ്ങി കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു. ഏഞ്ചൽസ് കൊർനെല്യോസിന്റെ ഭവനത്തിൽ ഇറങ്ങി അവൻ കൊർനെല്യോസിനോട് സംസാരിക്കുന്നു. അമേൻ. അത് ദർശനങ്ങളുടെ സീസൺ, സ്വപ്നങ്ങളുടെ സീസൺ, ഏഞ്ചലിക് വിസിറ്റേഷനുകളുടെ സീസൺ. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളും പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കർത്താവേ വലിയ ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ, ദർശനങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. ഈ അന്ത്യകാലത്ത് കർത്താവേ അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുക കർത്താവേ. ഞങ്ങളെ തന്നെ ഓപ്പൺ അപ്പ് ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്ന കർത്താവേ. ദൂതന്മാർ ഇറങ്ങി വന്ന് ഞങ്ങളോട് കാര്യങ്ങൾ പറയുമെന്നും സ്വർഗീയ ദർശനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുമെന്നൊക്കെ ഞങ്ങളും വിശ്വസിക്കുന്ന കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏഞ്ചലിക് മൂവ്സ് ഉണ്ടാകട്ടെ. അമേൻ. താങ്ക് യു ലോർഡ്. ഈ അന്ത്യകാലത്ത് ഉണർവിന് വേണ്ടി കർത്താവ് തന്റെ ദൂതന്മാരിലൂടെ ഒക്കെയും തന്റെ മക്കളോട് സംസാരിക്കുകയും ബലപ്പെടുത്തുകയും അമേൻ വഴി കാണിച്ചു കൊടുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായി മാറട്ടെ. ദൂതൻ ഇറങ്ങി അമേൻ ദൈവസഭയെ ശക്തീകരിക്കുകയും ദൂതൻ ഇറങ്ങി ദൈവമക്കൾക്ക് വേണ്ടി ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീസണായി മാറട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൂതൻ ഇറങ്ങി വിടുവിച്ചതുപോലെ വിടുവിക്കുന്ന ചില കാര്യങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, ശത്രുവിന്റെ പ്ലാനുകളെ തകർത്ത് കളയുന്ന ആമേൻ പ്രവൃത്തികളൊക്കെ ഈ ദിവസങ്ങളിൽ കാണുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പ ഞങ്ങൾ വിശ്വസിക്കുന്നു, സൂപ്പർ നാച്ചുറൽ അത്ഭുതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അടയാളങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വീരപ്രവൃത്തികളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് സ്വപ്നങ്ങൾ തരും, ദർശനങ്ങൾ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ അതിനുള്ള ദിവസങ്ങളായി തീരട്ടെ. തന്റെ ജനത്തെ
അതിനായിട്ട് ഒരുക്കുന്നതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, വളരെ ആഗ്രഹമുണ്ടാകണം. ആമേൻ. മറിയയുടെ അടുക്ക ദൂതൻ ഇറങ്ങി വന്നതുപോലെ, സക്രിയാവിന്റെ അടുക്ക ദൂതൻ ഇറങ്ങി വന്നതുപോലെ, ജോസഫിനോട് ദൂതൻ സംസാരിച്ചതുപോലെ, സ്വപ്നത്തിലൂടെയൊക്കെ സംസാരിച്ചതുപോലെ നമ്മളോടും ഈ ദിവസങ്ങളിൽ സംസാരിക്കുവാൻ, ഇടപെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.